എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വീഡിയോയിലൂടെ നാം മനസ്സിലാക്കാൻ പോകുന്നത് മഹാഭാരതത്തിലെ ഏറെ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്യത്തെയാണ്. യഥോ ധർമ്മ തഥോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടാകും. ഈ വാക്യം നാം ശ്രവിച്ചിരിക്കുന്നത് ഗാന്ധാരി മാതാവ് തന്റെ മകനായിട്ടുള്ള ദുര്യോധനനോട് ഉപദേശിക്കുന്നതായിട്ടാണ്. കുരുക്ഷേത്ര യുദ്ധസമയത്ത് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ദുര്യോധനനോട് അമ്മ ഗാന്ധാരി പറയാണ്, മകനെ, യഥോ ധർമ്മ തഥോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെയാണ് വിജയമുണ്ടാവുക എന്ന്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. കേവലം ഗാന്ധാരി മാതാവ് മാത്രമല്ല മഹാഭാരതത്തിൽ ഈ വാക്യം ഉച്ചരിച്ചിരിക്കുന്നത്. മറ്റ് 4 പേര് കൂടി യഥോ ധർമ്മ തഥോ ജയ എന്ന വാക്യത്തെ ഉച്ചരിക്കുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. അത് ആരൊക്കെയാണ് എന്നൊന്ന് ശ്രദ്ധിക്കാം, എന്നൊന്ന് മനസ്സിലാക്കാം. ആദ്യമായി നാം കേൾക്കുന്നത് കർണനെയാണ്. കർണൻ പറയുന്നുണ്ട് യഥോ ധർമ്മ തഥോ ജയ എന്ന്. അതായത് പാണ്ഡവർക്ക് വേണ്ടി ദൂതുമായി കൗരവാദികളുടെ അടുക്കിലേക്ക് എത്തുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ദൂത് അറിയിച്ച ശേഷം തിരികെ മടങ്ങുന്ന വഴിക്ക് കർണനെ കൂട്ടിക്കൊണ്ടുപോയി യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഉപദേശം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉപദേശം ചെയ്യുന്ന സമയത്ത് കർണൻ ഭഗവാൻ കൃഷ്ണനോട് പറയുന്ന വാക്കുകളുണ്ട്. ഭഗവാനെ, വൃകോദരൻ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അവൻ വിജയിക്കുക തന്നെ ചെയ്യും. അതിനുള്ള പല നിമിത്തങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ സ്വപ്നങ്ങളിൽ ഒക്കെ തന്നെയും അവൻ ജയിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എങ്കിലും ഞാൻ പറയുകയാണ്, യഥോ ധർമ്മ തഥോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടാകുമെന്ന് കർണൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഉദ്യോഗ പർവ്വത്തിൽ വെച്ച് പറയുന്നുണ്ട്. ആ വാക്യത്തെ നമുക്കൊന്ന് കേൾക്കാം. ക്ഷപയിഷ്യസി ന സർവാൻ സ സുവ്യക്തം മഹാരണേ വിദിതം മേ ഹൃഷീകേശ യഥോ ധർമ്മ തഥോ ജയ. കർണൻ ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞ വാക്കുകളാണിത്. യഥോ ധർമ്മ തഥോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടാകുമെന്ന് കർണൻ കൃഷ്ണനോട് പറഞ്ഞു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ബാക്കി ആരൊക്കെയാണ് ഈ വാക്യം ഉച്ചരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നന്ദി.